പഞ്ചബദരി തീർത്ഥാടന ക്രമത്തിൽ മൂന്നാമതായാണ് ഭവിഷ്യബദരിയെ കണക്കാക്കുന്നത്. ജോഷിമഠിൽ നിന്നും തപോവൻ റൂട്ടിൽ പോകുമ്പോൾ സൽത്താർ എന്ന സ്ഥലത്തു നിന്നുമാണ് ഭവിഷ്യബദരിയിലേക്കുള്ള പാത തിരിയുന്നത്. ഇങ്ങോട്ടേക്കുള്ള യാത്ര വെറുമൊരു തീർത്ഥാടനം മാത്രമല്ല, അത് ഹിമാലയൻ ഗ്രാമീണ ജീവിതത്തിൻ്റെയും പ്രകൃതിയുടെയും നേർക്കാഴ്ചകൾ നിറഞ്ഞ ഒന്നാണ്. ഏകദേശം 28 കിലോമീറ്ററോളം നീളുന്ന മനോഹരമായൊരു യാത്ര. ഇവിടേക്കുള്ള യാത്രയിൽ നമ്മെ സ്വീകരിക്കുന്നത് ധൗളിഗംഗ നദിയുടെ വശ്യമായ ശബ്ദമാണ്. ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന ദേവദാരു വൃക്ഷങ്ങളും പൈൻമരങ്ങളും നിറഞ്ഞ നിബിഡ വനങ്ങളിലൂടെയും ഗ്രാമപ്രദേശങ്ങളിലൂടെയുമാണ് ഇങ്ങോട്ടേക്കുള്ള പാത കടന്നു പോകുന്നത്. സുഭായ് ഗ്രാമത്തിലാണ് ഭവിഷ്യബദരി സ്ഥിതി ചെയ്യുന്നത്. വഴിയിൽ നിന്നും ഒരു 300 മീറ്റർ നടക്കാനുണ്ട്, അത്രമാത്രം. കയറി ചെല്ലുന്നത് പൈൻമരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വിശാലമായൊരു പുൽമേട്ടിലേക്കാണ്. കല്ലുപാകിയ ഒരു നടപ്പാതയും. ആ ചെറിയ നടപ്പാതയിലൂടെ നടക്കുമ്പോൾ വീശുന്ന കാറ്റിന് പോലും ഒരു പ്രത്യേക മണമാണ്. പക്ഷികളുടെ കരച്ചിലും അകലെ മലനിരകളിൽ നിന്നുള്ള അരുവികളുടെ ശബ്ദവും മാത്രം. മറ്റു ബദരി ക്ഷേത്രങ്ങളെപ്പോലെ വലിയൊരു ഗോപുരമോ ആഡംബരങ്ങളോ ഒന്നും ഇവിടെയില്ല. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ലളിതമായൊരു നിർമ്മിതിയാണിത്. ചെറിയൊരു കവാടവും മതിലും മാത്രം. ഏതാണ്ട് 2744 മീറ്റർ ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ജോഷിമഠിലെ നരസിംഹമൂർത്തിയുടെ വിഗ്രഹത്തിൻ്റെ കൈ അറ്റുവീഴുമ്പോൾ ബദരീനാഥിലേക്കുള്ള പാതയടയുകയും ഭഗവാൻ ബദരീനാഥൻ ഒരു കറുത്ത താളഗ്രാമശിലയിൽ ഇവിടെ പ്രത്യക്ഷനാവുകയും ചെയ്യും എന്നാണ് നിലവിലുള്ള വിശ്വാസം. ആദി ശങ്കരാചാര്യസ്വാമികൾ ചിട്ടപ്പെടുത്തിയ ആചാരക്രമങ്ങളാണ് ഇവിടെയും നടന്നു വരുന്നത്. പാറയിൽ തെളിഞ്ഞു വന്ന സ്വയംഭൂവായ വിഗ്രഹമാണ്. ഈ വിഗ്രഹത്തിൽ നരസിംഹമൂർത്തിയുടെ രൂപം സ്വയം തെളിഞ്ഞു വരുന്നുണ്ട് എന്നും പറയപ്പെടുന്നു. കലിയുഗത്തിൻ്റെ അവസാനമാകുമ്പോൾ ആ രൂപം പൂർണ്ണമാകുമത്രേ. ഇവിടെ ശങ്കരാചാര്യസ്വാമികളുടെ ഒരു പ്രവചനം രേഖപ്പെടുത്തിയ ഒരു ശിലയുമുണ്ട്. പക്ഷേ അതിലെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഇവിടെ ഭഗവാനോടൊപ്പം ലക്ഷ്മി ദേവിയുടെയും ശേഷനാഗത്തിൻ്റെയും ഒക്കെ പ്രതിഷ്ഠയുണ്ട്. ഐതിഹ്യങ്ങളനുസരിച്ച് അഗസ്ത്യമുനി ഭഗവാൻ നാരായണനെ ആരാധിച്ചിരുന്ന സ്ഥലമാണിത്. നാട്ടുകാരിൽ ഒരാൾ പറയുകയാണ്, ഗന്ധർവന്മാരും കിന്നരന്മാരും യക്ഷന്മാരുമൊക്കെ സ്ഥിരമായി സന്ദർശിക്കുന്ന ഇടമാണത്രേ ഇത്. ഭയപ്പെടുത്തുന്നതും അപൂർവമായിട്ടുള്ളതുമായ അസാധാരണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടത്രേ. ഈ കഥകളെല്ലാം ഉത്തരാഖണ്ഡ് ഒരു ദേവഭൂമിയാണെന്ന് തെളിയിക്കുന്നു. വന്യമൃഗങ്ങളുടെ സാന്നിധ്യവുമുള്ള സ്ഥലമാണ്. അത്യപൂർവങ്ങളായിട്ടുള്ള ഒരുപാട് ഔഷധസസ്യങ്ങളുടെ കലവറയുമാണ് ഈ ഭവിഷ്യബദരി പ്രദേശം. ഐതിഹ്യങ്ങൾ എന്തായാലും ക്ഷേത്രത്തിന് ചുറ്റും പടർന്നു കിടക്കുന്ന നിബിഡ വനങ്ങളും മഞ്ഞുമൂടിയ ധൗളിഗംഗ താഴ്വരയും നമ്മുടെ മനസ്സിന് നൽകുന്ന സമാധാനം വിവരിക്കാനാവാത്തതാണ്. തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ഭഗവാനുമായി സംവദിക്കാൻ പറ്റിയ ഏകാന്തമായ ഒരു ഇടമാണിത്. കാഴ്ചകൾക്കപ്പുറം വിശ്വാസത്തിൻ്റെ വലിയൊരു ലോകമാണ് ഭവിഷ്യബദരി. വരാനിരിക്കുന്ന ഒരു യുഗത്തിൻ്റെ സാക്ഷിയാവാൻ ഈ മലനിരകൾ കാത്തിരിക്കുന്നു.